നമസ്കാരം. ദൈവത്തിൻ്റെ നാമം മാത്രം ഇരിക്കട്ടെ. ദൈവം നിന്നെ സ്നേഹിക്കുന്നെന്ന തുടർ പരമ്പരയിൽ 17ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചെയ്തത്. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണുവാൻ ദൈവം അനുഗ്രഹിച്ചല്ലോ. അതിനെക്കുറിച്ച് നന്ദിയോടെ താണിരിക്കാം. തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പലരും വിളിച്ചിരുന്നു, പലരും പല കാര്യങ്ങളും ബോധ്യപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. ഏതായാലും അതൊക്കെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഞാൻ സ്വീകരിക്കുന്നു. ഇനിയും നമുക്ക് കൂടുതൽ ചിന്തയോടുകൂടി മുമ്പോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമസ്കാരം. ദൈവസ്നേഹത്താൽ ഇന്ന് നമുക്ക് ചെറിയൊരു ചിന്ത പങ്കുവെക്കാമെന്ന് കരുതുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കുറച്ചേറെ ദിവസങ്ങളെ നമ്മൾ ദൈവിക വചനങ്ങളുമായിട്ട് ഉള്ള ചിന്ത നമ്മൾ ഷെയർ ചെയ്യാതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കുന്നു. കർത്താവ് അതിന് എന്നെ സംബന്ധിച്ച് ചില നിർബന്ധങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ശ്രമത്തിലാണ്. അടുത്ത ദിവസം തന്നെ നല്ലൊരു സന്ദേശവുമായി, നല്ലൊരു ചിന്തയുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാനൊരു ചെറിയൊരു വിഷയം നമ്മൾ ഷെയർ ചെയ്യാമെന്ന് കരുതുകയാണ്. മത്തായിയുടെ സുവിശേഷം 6:19-20 അവിടെ ഇങ്ങനെ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 6:19-20 അവിടെ ഇങ്ങനെ പറയുന്നു: പുഴുവും തുരുമ്പ് കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊണ്ട്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ എത്ര കേട്ടാ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ ആരെങ്കിലും സ്വത്തുണ്ടാക്കാതിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വത്തൊക്കെ ആവശ്യമാണ്, നമുക്ക് ആവശ്യത്തിനുള്ളത്. ഓക്കെ, പക്ഷെ അതിന് കൂടുതൽ വില കൊടുക്കരുത് എന്നുള്ളതാണ് വചനം പറയുന്നത്. അപ്പോൾ ഞാൻ അതുമായിട്ട് സംഭവം ചെറിയൊരു കഥ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതുകയാണ്. ശരിക്കും ഒരു വലിയൊരു ധനികൻ, ഒരുപാട് സ്വത്തുണ്ട്. ഓക്കെ, അദ്ദേഹം മരണക്കിടക്കയിലായിരുന്ന സമയത്ത് മരിക്കാൻ ഉള്ള കണ്ടീഷനായി. അദ്ദേഹം ഒരുപാട് എന്തൊക്കെയോ രോഗങ്ങളാൽ പ്രയാസപ്പെട്ടു. അപ്പോൾ ധനികനായ ഒരു മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മനുഷ്യൻ തൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് തൻ്റെ സഭയിലെ പാസ്റ്ററെ വിളിച്ചു വരുത്തി. ഓക്കെ, അപ്പം സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് എത്താറുള്ളൊരു വ്യക്തിയാണിത്. ഈ സുഖത കിടക്കുന്ന വ്യക്തി. പക്ഷേ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം വളരെയേറെ അശുദ്ധമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. വളരെ മോശപ്പെട്ട ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം കൊണ്ട് സഭയ്ക്കോ സമൂഹത്തിനോ യാതൊരുവിധ പ്രയോജനം ചെയ്തില്ല എന്ന് മാത്രമല്ല, സഭയ്ക്കത് വലിയ പേരുദോഷത്തിനിടയാകുകയും ചെയ്തു. ഓക്കെ, സഭയ്ക്കത് വലിയൊരു പേരുദോഷത്തിനിടയാകുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം കാരണം എന്ന് വെച്ചാൽ ആളുകൾ ചിന്തിക്കുന്നത് എന്താ, ഇദ്ദേഹം വലിയ വിശ്വാസിയാണ്, പക്ഷെ യാതൊരു സാക്ഷ്യമില്ലാത്തൊരു ജീവിതമാണ് ഇദ്ദേഹം നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ജീവിതം അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സുഖമില്ലാതെ മരണാസന്നനായി തീരുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം തൻ്റെ പാസ്റ്ററെ വിളിക്കുന്നത്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഓക്കെ, അപ്പോൾ വൃദ്ധനായ പാസ്റ്റർ ആ വ്യക്തിയുടെ കിടക്കയ്ക്ക് സമീപത്തെത്തി. അത് കിടക്കാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പാവങ്ങളെക്കുറിച്ച് ഈ പാസ്റ്റർക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ സമയത്തെങ്കിലും തനിക്ക് ഇദ്ദേഹത്തിൻ്റെ പാവത്തെക്കുറിച്ചൊരു ബോധമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് അതൊരു മാനസാന്തരത്തിന് ഇടയായാൽ അതൊരു ദൈവാനുഗ്രഹമാണല്ലോ എന്ന് ഈ പാസ്റ്റർ കരുതി. അദ്ദേഹം ഈ രോഗിയോട് പറഞ്ഞു: സർ, താങ്കൾ ജീവിച്ചിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ജീവിതം നീട്ടിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സഭയിലെ പാസ്റ്റർ വിളിച്ചത്. പക്ഷെ പാസ്റ്റർ പറയും, താങ്കൾ ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കാരണം താങ്കൾ ഇതുവരെയുള്ള ജീവിതം കൊണ്ട്
സഭയ്ക്കോ ദൈവരാജ്യത്തിനോ യാതൊരു പ്രയോജനമുണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ എല്ലാം അടക്കി ഭരിക്കണമെന്ന മനോഭാവം അതുമൂലം നമ്മുടെ സഭയിൽ ഒരുപാട് പേർ പ്രവേശിക്കാൻ മടി കാണിച്ചു എന്നതാണ്. പ്രിയരെ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലുള്ള സാക്ഷ്യം അത് ദൈവസഭയിലേക്ക് ആളുകൾ വരുന്നതിന് തടസ്സം കാണിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഞാനിതിനു മുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊരാളുടെ സുവിശേഷം പറയുമ്പോൾ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അവർ ചോദിക്കുക, നിങ്ങളുടെ സഭയിലല്ലേ ഇന്ന ആൾക്കാരുള്ളത്, അവരുടെ ജീവിതം കണ്ടിട്ടില്ല ഞങ്ങൾ വരേണ്ടത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമ്മളെന്ത് മറുപടി പറയും? അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാനുള്ള, സാക്ഷ്യമുള്ള ജീവിതം നമ്മുടെ ദൈവത്തിൻ്റെ സഭയിൽ ആവശ്യമാണ്. സാക്ഷ്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. സാക്ഷ്യം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തപ്പെടുത്തും. ഓക്കെ, അപ്പം ഇദ്ദേഹത്തോട് ഈ പാസ്റ്റർ പറഞ്ഞു, താങ്കളുടെ ജീവിതം കൊണ്ട് സഭയ്ക്കോ ദൈവരാജ്യത്തിനോ എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ എല്ലാം അടക്കി വരിക്കണമെന്നുള്ള മനോഭാവം സഭയിലേക്ക് മറ്റുള്ളവർ വരുന്നതിന് പ്രവേശിക്കുന്നതിന് മടിയും കാട്ടിയെന്നാണ് പറഞ്ഞത്. ഇനി സഭയിലുള്ളവരുടെ അവസ്ഥ എന്താ? സഭയിലുള്ള ആളുകൾ വേദനയോടെ നിങ്ങളെ സഹിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ഇവരുള്ളവർ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ സഭയിൽ നമ്മൾ കരുതും, എൻ്റെ മേന്മ കൊണ്ടാണ് അവരൊക്കെ എന്നെ സഹിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മിടുക്കനാണ്, ഇല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താ അറിയോ? മനസ്സിലാക്കിയോ, അവർ വേദനയോടെ ആണ് നിങ്ങളെ സഹിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കിയില്ലേ? അവിടെ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ സാക്ഷ്യമുണ്ടായിരിക്കുക, മറ്റുള്ളവർക്ക് നമ്മളെ സഹിക്കാനുള്ള ഇട കൊടുക്കരുത്. മറ്റുള്ളവരെ നമ്മൾ സഹിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് തുടർന്ന് ഈ പാസ്റ്റർ അദ്ദേഹത്തോട് പറയാണ്, താങ്കളുടെ കപടഭക്തിയാലുള്ള ആരാധന മറ്റ് വിശ്വാസികളുടെ ആത്മീയ താല്പര്യം കെടുത്തി എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം പിന്നെ കർത്താവ് പറഞ്ഞില്ലേ, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഒരു പരീക്ഷയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പുറകിലിരിക്കുന്ന ആളെ പോലെ അല്ല, ഞാൻ എൻ്റെ കൃത്യമായ ദശാംശം സഭയ്ക്ക് കൊടുക്കുന്നു, ഞാൻ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സഭയിൽ, പള്ളിയിൽ വെച്ച്, ദേവാലയത്തിൽ വെച്ച് സ്വയം പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇന്നും നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അവരെ നമ്മളാണ് അങ്ങനെയെങ്കിൽ നമ്മളെ മറ്റുള്ള ആളുകൾ സഹിക്കുന്നൊരു വേദനയോട് കൂടിയാണ്. കാരണം വെറുക്കാൻ കഴിയില്ല, വെറുക്കാൻ പാടില്ല എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളതായിരിക്കും നമ്മളോടുള്ള ഇടപെടലുണ്ടാകുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളത് കരുതുന്നു. അപ്പോൾ മനസ്സിലാക്കിയോ? അദ്ദേഹം എന്നിട്ട് തുടർന്ന് ഈ പാസ്റ്റർ ഈ മരണാസന്നായി കിടക്കുന്ന കോടീശ്വരനോട് പറയുകയാണ്, താങ്കളുടെ സ്വത്തോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ദരിദ്രർക്കോ സഭയ്ക്കോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അത് സുവിശേഷ പ്രവർത്തനത്തിന് ഒന്നുപോലും ഉപകരിച്ചിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ സ്വത്ത് താങ്കളുടെ അഹങ്കാരം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചത്, അതിനുവേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട വാക്കുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? പാസ്റ്റർ തുറന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങളുടെ പാവത്തെ ഓർത്ത് അനുദപിക്കുകയും രക്ഷകനും കർത്താവുമായ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു പാസ്റ്റർ.
ജീവിതത്തിൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ പാപത്തെ ഓർത്ത് അനുദപിക്കുക. പ്രിയമുള്ളവരെ, ഈ അനുദപിക്കാനും പാപത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാനും നമുക്ക് സമയങ്ങളുടെ കാര്യങ്ങളൊന്നുമില്ല. കുരിശിലെ കള്ളൻ അനുദപിച്ചത് എപ്പോഴാ? തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പാ അല്ലേ? അവനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അനുതാപത്തിന് മാനസാന്തരത്തിനും സമയത്തിൻ്റെ വിഷയമില്ല എന്നോർത്ത് നാളത്തേക്ക് മാറ്റിവെക്കാനാവില്ല. കാരണം നാളെ രാവിലെ ആരൊക്കെ പ്രഭാതം കാണുമെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ അനുദപിക്കേണ്ട സമയം അത് ഇപ്പോഴാണ്. നിനക്ക് ദൈവം തന്ന സൗകര്യങ്ങൾ, നിനക്ക് ദൈവം തന്ന സ്വത്ത്, മറ്റു സൗകര്യങ്ങൾ, ഇത് ദൈവത്തിന് ഉപകരിക്കപ്പെടുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ളവർക്ക് ഉപകരിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു കാര്യവുമില്ല. മനസ്സിലാക്കിക്കോ. തീർച്ചയായിട്ടും അനുദപിക്കുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ നിമിഷം ഈ പാസ്റ്റർ ഈ കോടീശ്വരോട് പറഞ്ഞു, ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങളുടെ പാപത്തെ ഓർത്ത് അനുദപിക്കുകയും രക്ഷകനും കർത്താവുമായ യേശുവിനെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുക. പാസ്റ്റർ തുറന്നടിച്ചുള്ള ഈ സംസാരം മരണാസന്നനായ മനുഷ്യൻ്റെ ജീവിതത്തെ സ്പർശിച്ചു എന്നാണ് പറയുന്നത്. അവൻ്റെ അഹന്ത നിറഞ്ഞ ഹൃദയം തകർന്നു. കാരണം സത്യമല്ലേ, തനിക്ക് ഇത്ര സ്വത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷേ എന്നെ രക്ഷിക്കാൻ എനിക്കാകുന്നില്ല. എന്നെ രക്ഷിക്കാൻ എൻ്റെ സ്വത്തുക്കൾക്കാകുന്നില്ല, എൻ്റെ പണത്തിന് എന്നെ രക്ഷിക്കാനാകുന്നില്ല, എൻ്റെ സ്വാധീനത്തിന് എന്നെ രക്ഷിക്കാനാകുന്നില്ല, എൻ്റെ അഹന്തയ്ക്ക് എന്നെ രക്ഷിക്കാൻ ആകുന്നില്ല. അവൻ്റെ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം തൻ്റെ പാവത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു. കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പാവത്തെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. അതിനുശേഷം ആ വ്യക്തിക്ക് അദ്ദേഹം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ വ്യക്തിക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കൂടി നൽകണമെന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും രക്ഷയുടെ സന്തോഷത്താൽ ആ മനുഷ്യൻ്റെ ഹൃദയം നിറച്ച ദൈവം അവൻ്റെ ആയുസ് കുറച്ചുകൂടി ദീർഘമാക്കി കൊടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. ശേഷമുള്ള ജീവിതം സഭയ്ക്കും ദൈവത്തിനും പ്രയോജനമുള്ളവനെ അവൻ ജീവിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? വചനം പറയുന്നുണ്ട് കേട്ടോ, തുടർന്ന് വായിച്ചു നോക്കി. 1 തിമോത്തി 6:17 വായിച്ചു നോക്ക്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകല ധാരാളം അനുഭവം തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വായിച്ചു നോക്കി നിങ്ങൾ പ്രിയമുള്ളവരെ. തീർച്ചയായിട്ടും ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ വളരെ ശ്രദ്ധ വെച്ച് കേൾക്കണമെന്ന് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. മനസ്സിലായി? നമ്മുടെ സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല നമ്മളെ രക്ഷിക്കുന്നത്. അതൊന്നും നമ്മളെ രക്ഷിക്കില്ല എന്ന് തന്നെയാണ് വചനം പറയുന്നത്. ഇവിടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം ഇതാണ്, ഒന്നുകൂടി വായിപ്പിച്ചു തരാം. 1 തിമോത്തി 6:17 ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളം അനുഭവപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനും നന്മ ചെയ്യാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചു കൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. അപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ നല്ലൊരു നിക്ഷേപം നമുക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാനാണ് വചനം പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം.
പലപ്പോഴും നമ്മളൊക്കെ പല വ്യക്തികളുടെയും സാമ്പത്തികമായ അടിത്തറകളെ മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വാധീനങ്ങളെ മാനിച്ചുകൊണ്ട് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതെ ഇരിക്കുന്നൊരവസ്ഥ വരാറുണ്ട്. ഞാനൊരു കാര്യം പറയാം, തീർച്ചയായിട്ടും പലപ്പോഴും എന്ത് സംഭവിക്കുന്നറിയോ, അവർ തങ്ങളുടെ തെറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കില്ല. അവർക്കറിയില്ല അത് തങ്ങളുടെ തെറ്റാണെന്നുള്ളത്. ആ തെറ്റിനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ ആ വ്യക്തിയോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇവിടെ പാസ്റ്റർ ഈ മനുഷ്യനോട് വളരെ വ്യക്തമായിട്ട് പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറഞ്ഞു, നീ ചെയ്തതെല്ലാം തെറ്റാണ്. അങ്ങനെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം തൻ്റെ തെറ്റിനെ കുറിച്ച് ബോധ്യം വന്നു. അദ്ദേഹം ദൈവസന്നിധിയിൽ താണു, ദൈവസന്നിധിയിൽ തൻ്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞു, രക്ഷയെ സ്വീകരിച്ചു. അദ്ദേഹം ദൈവത്തിനും സഭയ്ക്കും കൊള്ളാകുന്നതിനെ ജീവിച്ചു. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നൊരു വിഷയമാണത്. സാമ്പത്തികമായിട്ടും സൗകര്യമായിട്ട് സാമ്പത്തികമുള്ളവനും സ്വാധീനമുള്ളവനൊക്കെ എത്ര പാവം ചെയ്താലും അത് തുറന്നു പറയില്ല, അത് ചൂണ്ടിക്കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ ആ വ്യക്തിയുടെ ഇഷ്ടം നമ്മളോട് എതിരാകുമോ എന്ന ചിന്ത, ആ വ്യക്തിക്ക് നമ്മളോടുള്ള താല്പര്യം പോകുമോ എന്നുള്ള ചിന്ത. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. തെറ്റ് തന്നെയാണ്. അത് ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ഒരു കാരണവശാലും മടിക്കേണ്ടതായിട്ടില്ല. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുക. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, സ്വത്തോ സമ്പത്തോ മറ്റു സൗകര്യങ്ങളോ അല്ല, പുഴും തുരുമ്പും കെടുക്കാതെയും കള്ളമാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. തീർച്ചയായിട്ടും വചനം നമ്മളോട് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കോടീശ്വരൻ്റെ അനുഭവം നിങ്ങൾ കേട്ടുവല്ലോ. തീർച്ചയായിട്ടും മനസ്സിനെ തുറക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക, നമ്മുടെ കുറ്റങ്ങൾ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ദൈവം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. തീർച്ചയായിട്ടും നമുക്ക് ഇനി വീണ്ടും കാണുന്നവരെ പരസ്പരം പ്രാർത്ഥിക്കുന്നവരാകാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്, ഒരു വിഷമവുമില്ല. അങ്ങനെ വിളിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുമുണ്ട്. അത് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ദൈവം, ജീവനുള്ള ദൈവം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം തന്നെയാണ്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഓക്കെ, വിഷമങ്ങളിൽ സങ്കടങ്ങളിൽ ആയിരിക്കുന്നവർ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും ഏറ്റുപറയുക, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം മറുപടി തരും. നമ്മുടെ ദൈവം സ്നേഹമാണ്, കരുണയാണ്. ആ വലിയ ദൈവത്തിന് മുമ്പിൽ നമുക്ക് സ്വയം താണിരിക്കാം. തീർച്ചയായിട്ടും വിളിക്കാൻ മറക്കരുത്. നിങ്ങളൊരു സഹോദരൻ തന്നെയാണ് ഞാൻ. എൻ്റെ പേര് സുനിൽ മഠത്തിൽ എന്നാണ് അറിയപ്പെടുന്നത്. ദൈവം നിങ്ങളെയൊക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിനെ അത്യാവശ്യം സ്നേഹിക്കാൻ കരുതും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, കൃപയ്ക്കും കരുണയ്ക്കും കരുതലിനും അടിയങ്ങൾ നന്ദി പറയുന്നു. അടിയങ്ങൾ ചിന്തിച്ച ചിന്ത കർത്താവേ, അത് കർത്താവേ അടിയങ്ങൾക്കും അതുപോലെ തന്നെ അടിയങ്ങളെ ശ്രമിച്ച അങ്ങയുടെ പ്രിയമക്കൾക്കും ഒരുപോലെ അനുഗ്രഹമാകുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓ ദൈവമേ, അങ്ങ് എത്ര വലിയവനാണ് കർത്താവെ. അങ്ങ് കരുണ നിറഞ്ഞവനാണ്, അങ്ങ് കൃപയുള്ളവനാണ് കർത്താവെ. കുരിശിലെ കള്ളനോട് ആ സെക്കൻഡിൽ ക്ഷമിക്കുകയും അന്ന് പറയിച്ചോടുകൂടി ഇരിക്കുമെന്ന് അങ്ങ് പറയുകയും ചെയ്ത ആ മഹാസ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അങ്ങ് വെറും വാക്ക് പറയാറില്ല എന്ന് ഞങ്ങൾക്കറിയാം കർത്താവെ. അതിനെ തന്നെ ഞങ്ങളുടെ ഈ നിമിഷം കർത്താവെ, ഞങ്ങൾക്ക് ഇനി അടുത്തൊരു നിമിഷം എന്താണെന്നുള്ള അടിയങ്ങൾക്ക് അറിയുന്നില്ലല്ലോ കർത്താവെ.
അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ നിമിഷം അങ്ങയുടെ സ്ഥാനത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടികൾ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് അങ്ങയുടെ കൃപാടിയങ്ങളുടെ മേൽ ചൊരിയണം കർത്താവേ. സർവ്വ പ്രാർത്ഥനകളും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതാകിയാൽ കേൾക്കുമാറാകണം പൊന്നു തമ്പുരാനെ. ആമേൻ. പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും നമുക്ക് അടുത്തൊരു ചിന്തയുടെ കാണുന്നവരെ നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവർ വിളിക്കുക. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നവരാകാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.